നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ചട്ടിയിലേക്ക് ചായപാത്രത്തിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി പാല് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ചു. മെയിനായിട്ട് വേണ്ടത് കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്രൂട്ടെല്ലാം മുറിച്ചെടുക്കണം കേട്ടോ. ഇതെന്തെന്ന് ആപ്പിള്, പിന്നെ ചെറിയ പഴമുണ്ട്, വത്തക്കയുണ്ട്, അനാറമുണ്ട്, ആപ്പിളും ഉണ്ട്. ഇതിങ്ങനെയാണ് കേട്ടോ മുറിക്കുന്നത്. പാല് തിളക്കുന്നുണ്ട്. കുറച്ച് പാൽ വെച്ചിട്ട് കലക്കിയിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു കട്ട പോലെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് നേരത്തേക്ക് ഇടണം. ഇനി പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ലോണം തന്നെ വേണം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാലിലേക്ക്. പിന്നെ നല്ലൊരു വാനിലയുടെ മണമാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കണം, അതിന് കുറിയിട്ട് വരും. അപ്പം ഇത് അതിൽ ഒഴിച്ചു കൊടുത്തു കുറച്ച്. നന്നായിട്ട് ഇളക്കാം. ഇപ്പം ഇത് കുറുകി വന്നു കേട്ടോ. പിന്നെ ഓഫാക്കാം ഗ്യാസ്. നമുക്ക് ഫ്രൂട്ടെല്ലാം മുറിച്ചിട്ടായിട്ടോ. ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ഇതുപോലെ ആയിട്ട് വെക്കണം. എൻ്റെ ഫ്രിഡ്ജിലും വെക്കണം. അപ്പോൾ പാത്രത്തിലേക്ക് ഇടാം. ഈ മിക്സ് അതിലേക്ക് പുറന്നിട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഈ മിക്സിയിലത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. ഇനി നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി ഇതിനെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. തണുത്ത പാടാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഐസ്ക്രീം ഇടാനുണ്ട്. ഇനിയും കുറച്ച് സാധനം ഇടാനുണ്ട് കേട്ടോ. ഇതിൽ മുന്തിരി, പിന്നെ ഇതിന് ഈത്തപ്പഴം, കാഷ്യൂ, ബദാം, പിസ്ത. അപ്പോൾ ആദ്യം തന്നെ ഈത്തപ്പഴം മുറിക്കുന്നുണ്ട്. കുഞ്ഞു കഷ്ണാക്കിയിട്ട് മുറിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലാസ്സെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം മുറിച്ചിട്ടായി നേരത്തെ. അപ്പോൾ ഈ ഫ്രീസറിന് പുറത്തേക്ക് എടുത്തു കിട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം കേട്ടോ. രാത്രിയായി. അപ്പം നമ്മൾ ഐസ്ക്രീമും കൊണ്ടുവന്നു കേട്ടോ. അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഐസ്ക്രീമും ഉണ്ട്. ആദ്യത്തെ ഇട്ടു. ഐസ്ക്രീം എടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ കുത്തക്കൊക്കെ ഓരോരോ ബൗളിലേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ മുറിച്ച് വെച്ച സാധനങ്ങളെ അതിൻ്റെ മീത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിലേക്ക് ഇട്ട് വിട്ടോ. നോക്കാം. ഈത്തപ്പഴം അമ്മ എടുക്കുന്നുണ്ട്. ശ്രീത്തമ്മ എടുക്കലായിട്ടോ. പാത്രത്തോടെ എടുത്തിനത് ഉറ്റുന്നു. അടിയിലല്ലേ ഗഡ്ബിട. അപ്പൊ എല്ലാവരും രണ്ടാമത് കൊടുക്കലായിട്ടോ.